കോഴിക്കോട് കാക്കൂരിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ 2.5 പവൻ മാല കവർന്നു. പാലത്ത് വിനീതയുടെ മാലയാണ് കവർന്നത്. വിവരങ്ങളുമായി അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അജി, വിവരങ്ങൾ. വീട്ടമ്മയുടെ മാലയാണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം കവർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ കക്കോടിയിലുള്ള ഒരു ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരിയായ ഇവർ മകളോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ സഹപ്രവർത്തകയുടെ ചേളന്നൂരിലെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. 2 പേർ ചേർന്ന് മാല കവരുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഭർത്താവിന്റെ പേരെഴുതിയ താലി അടക്കമുള്ള മാലയാണ് അവർക്ക് നഷ്ടമായത്. CCTV കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തുന്നുണ്ട് പോലീസ്. പക്ഷേ ഇതുവരെയും ഈ പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഏറ്റവും എടുത്തു പറയേണ്ടത് ക്രിസ്റ്റീന, ഈ കോഴിക്കോടിന്റെ മലയോര മേഖലകളിലൊക്കെ വലിയ തലത്തിൽ മോഷണങ്ങൾ തുടർക്കഥയാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ അടച്ചിട്ട വീടിൽ നിന്നും സ്വർണം കവർന്നത് ദിവസങ്ങൾക്ക് മുൻപാണ്. ഇപ്പോൾ ബൈക്കിലെത്തിയ സംഘം മാല കവരുന്നതും അത് പതിവായിരിക്കുകയാണ്. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CCTVകളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഇത് കോഴിക്കോട് മാത്രമല്ല, കാസർഗോഡ് ബന്ദിയോട് 3 വീടുകളിൽ കവർച്ചാശ്രമം. വീട്ടുകാർ ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് മോഷണശ്രമം നടന്നത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണനാണ് ചേരുന്നത്. പ്രദീപ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള കവർച്ചാശ്രമങ്ങളെക്കുറിച്ച് അജി കുഞ്ഞുമോൻ പറഞ്ഞതേ ഉള്ളൂ. കാസർഗോഡും സമാനമായ രീതിയിൽ കവർച്ചാശ്രമങ്ങൾ, അത് 3 വീട്ടിൽ എന്ന് പറയുമ്പോൾ ഇത് ഒരേ സമയമാണോ, പുലർച്ചയോടടുത്താണോ, ഒരേ വ്യക്തി തന്നെയാണോ, അതോ ഗ്രൂപ്പായിട്ടാണോ, എന്താണ് സംഭവിച്ചത്? CCTV ദൃശ്യങ്ങളിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായും ഒരേ വ്യക്തി തന്നെയാണ് എന്ന ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബന്ദിയോട് അടുക്ക എന്ന സ്ഥലത്ത് ചുക്കിരിയടുക്കയിലെ ഹനീഫ, അയൽവാസികളായ മുഹമ്മദ്, അബ്ദുള്ള എന്നിവരുടെ വീടുകളിലാണ് ഇന്ന് പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് ഇത്തരത്തിലൊരു കവർച്ച ശ്രമം നടന്നത്. ഇതിൽ ഹനീഫയുടെ വീടിന്റെ മുകൾ ഭാഗത്തെ കട്ടിളപ്പാളി പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നതെന്ന് പറയുന്നു. അവിടെ വീടിന് മുറിയിലെ അലമാര കുത്തി തുറന്നെങ്കിലും ഒന്നും ലഭിച്ചില്ല. പിന്നീട് താഴത്തെ മുറിയിൽ വന്നപ്പോൾ ഹനീഫയും ഭാര്യയും ഉറങ്ങുന്ന മുറിയിലേക്കാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ ഭാര്യ ഉണരുകയും അവർ അലറിക്കരഞ്ഞപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. തുടർന്നാണ് തൊട്ടടുത്തുള്ള 2 വീടുകൾ മുഹമ്മദിന്റെ വീട്ടിലേക്ക് എത്തിയത്. അതേസമയം മുഹമ്മദിന്റെ വീടിന്റെ ചുറ്റുവട്ടത്ത് ഈ മോഷ്ടാവ് കറങ്ങി നടക്കുന്നത് ദുബായിലുള്ള മുഹമ്മദിന്റെ മകൻ CCTV ദൃശ്യങ്ങളിലൂടെ കാണുകയും വീട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചറിയിക്കുകയുമായിരുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് അബ്ദുള്ളയുടെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷെ അവിടേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ആളുകൾ പുറത്തിറങ്ങി ലൈറ്റ് ഓൺ ചെയ്തതിനാൽ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും അധികം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വീടിന്റെ മുറ്റത്ത് നിന്നും മോഷ്ടാവിന്റെ മാസ്ക് കൂടി ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.